SNP ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഗുണഭോക്താവിനെ എങ്ങനെയാണ് തിരികെ THRന്റെ രജിസ്റ്ററിലേക്ക് ചേർക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് THR HCM ഓപ്ഷൻ നോ കൊടുത്ത് THR HCM രജിസ്റ്ററിൽ നിന്നും താൽക്കാലികമായി ഒഴിവാക്കിയിട്ടുള്ള ഒരു ഗുണഭോക്താവിനെ എങ്ങനെയാണ് വീണ്ടും THR HCM രജിസ്റ്ററിലേക്ക് ചേർക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനായി ആദ്യം ബെനഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പ്രസ്തുത ഗുണഭോക്താവിൻ്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ SNP ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഗുണഭോക്താവിൻ്റെ പേരും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗുണഭോക്താവിൻ്റെ പേരിന് വലതുവശത്ത് കാണുന്ന 3 കുത്തിൽ തൊടുക. അതിനുശേഷം താഴെ കാണുന്ന THR HCM ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് SNP ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഗുണഭോക്താവാണെങ്കിൽ ഇതേ രീതിയിൽ നോ എന്ന ഓപ്ഷനിലാണ് ഈ ഒരു ചുവപ്പ് നിറത്തിലുള്ള സെലക്ഷൻ കാണാൻ സാധിക്കുക. SNP ഓപ്റ്റ് ഔട്ട് ചെയ്യാത്ത ഗുണഭോക്താവാണെങ്കിൽ എസ് എന്ന ഓപ്ഷനിലായിരിക്കും നമുക്ക് ഈ ഒരു ചുവപ്പ് ഡോട്ട് കാണാൻ സാധിക്കുക. അതോടൊപ്പം നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഗുണഭോക്താവിനെ THR HCM ഓപ്ഷൻ നോ കൊടുത്ത് THR രജിസ്റ്ററിൽ നിന്നും ഒഴിവാക്കിയാൽ പിന്നീട് ആ ഒരു ഗുണഭോക്താവിനെ വീണ്ടും THR രജിസ്റ്ററിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായിട്ട് നമുക്ക് തന്നെ നേരിട്ട് നമ്മുടെ പോഷൻ ട്രാക്കറിൽ നിന്നും THR HCM ഓപ്ഷൻ യെസ് കൊടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സൂപ്പർവൈസർക്ക് നമ്മുടെ പോഷൻ ട്രാക്കറിൽ നിന്നും ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുകയും തുടർന്ന് സൂപ്പർവൈസർ ആ ഒരു റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്താൽ ഓട്ടോമാറ്റിക്കായി തന്നെ ഈ ഒരു ഗുണഭോക്താവിൻ്റെ THR HCM ഓപ്ഷൻ യെസ് ആയി മാറുന്നതാണ്. അപ്പോൾ സൂപ്പർവൈസർക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നതിനായിട്ട് ഏറ്റവും താഴെ കാണുന്ന സെൻഡ് റിക്വസ്റ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ സൂപ്പർവൈസർക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്തതായിട്ടൊരു സന്ദേശം കാണുവാൻ സാധിക്കുന്നതാണ്. സൂപ്പർവൈസർ ഈ ഒരു റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യുന്നതുവരെ ഈ ഒരു ഗുണഭോക്താവിൻ്റെ THR HCM പേജിൽ നമുക്ക് ഇതേ രീതിയിൽ റിക്വസ്റ്റ് സെൻഡ് എന്നൊരു ശരി ചിഹ്നവും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ഫ്രം സൂപ്പർവൈസർ എന്നൊരു സന്ദേശവുമാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ റിക്വസ്റ്റ് സെൻഡ് ചെയ്തിട്ടുള്ള കാര്യം സൂപ്പർവൈസറെ അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സൂപ്പർവൈസർ ഈ ഒരു റിക്വസ്റ്റ് അപ്രൂവ് ചെയ്താൽ ഇതേ രീതിയിൽ റിക്വസ്റ്റ് അപ്രൂവ്ഡ് എന്ന് പച്ച നിറത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. തുടർന്നുള്ള മാസങ്ങളിൽ ഈ ഒരു ഗുണഭോക്താവിൻ്റെ THR HCM ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായി തന്നെ എസ് ആയി മാറുകയും ഈ ഒരു ഗുണഭോക്താവിനെ THR HCM രജിസ്റ്ററിലെ ലിസ്റ്റിൽ കാണുവാനും സാധിക്കുന്നതാണ്. കൂടാതെ ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ THR HCM ഓപ്റ്റ് എന്നതിൻ്റെ നേരെ എസ് എന്നും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് THR HCM ഓപ്ഷൻ നോ കൊടുത്ത് ഓപ്റ്റ് ഔട്ട് ചെയ്ത ഒരു ഗുണഭോക്താവിനെ തിരികെ THRന്റെ രജിസ്റ്ററിലേക്ക് ചേർക്കേണ്ടത്. അതോടൊപ്പം നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ മാസം THR HCM ഓപ്ഷൻ നോ കൊടുത്ത ഒരു ഗുണഭോക്താവിനെ ഇതേ മാസം തന്നെ നമുക്ക് തിരികെ THRന്റെ രജിസ്റ്ററിലേക്ക് ചേർക്കാൻ സാധിക്കുകയില്ല. തൊട്ടടുത്ത മാസം മുതൽ മാത്രമാണ് ഇതേ രീതിയിൽ THR ഓപ്ഷൻ യെസ് ആക്കുന്നതിനുള്ള റിക്വസ്റ്റ് സെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ THR രജിസ്റ്ററിലേക്ക് തിരികെ ചേർക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്.